കഴിഞ്ഞ ദിവസം ഞാൻ ഈ ക്രിസ്ത്യാനിറ്റിയെ ഗ്രസിച്ചിരിക്കുന്ന യഹൂദമത സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ വരവിലൂടെ നാശമടഞ്ഞ ജൂതമത സിസ്റ്റം, അതിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഇന്നത്തെ തീവ്ര ക്രിസ്ത്യാനികളിൽ കാണുന്നു എന്നൊരു കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു. നമ്മുടെ കേരളത്തിൽ മുഴുവൻ ക്രിസ്തീയ ലോകം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. പത്തനാപുരത്ത് സത്യൻമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മതിലിൽ എഴുതി വച്ചിരുന്ന ബൈബിൾ വചനങ്ങൾ അത് മറ്റുള്ളവർക്ക് അലോസരമാകുന്നു എന്ന് പറഞ്ഞ് പ്രശ്നമാവുകയും അത് പിന്നീട് വീട്ടുകാരൻ തന്നെ മായ്ച്ചു കളയുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അത് ക്രിസ്തീയ ലോകത്ത് വളരെ വാർത്തയായി മാറി. നമ്മളെല്ലാം കണ്ടതാണ് ആ വിഷയം. അതിനെക്കുറിച്ച് വിവിധ രീതിയിലുള്ള അഭിപ്രായങ്ങളും സംസാരങ്ങളും കേരള ക്രിസ്ത്യൻ സമൂഹത്തിൽ, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് തീവ്ര ക്രൈസ്തവരുടെ ഇടയിൽ വളരെ വാർത്തയായി, ചർച്ചയായി. ഇപ്പോഴും അതിൻ്റെ ആ ഒരു ചൂട് അടങ്ങിയിട്ടില്ല. ഇപ്പോഴും അത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ വിഷയം അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ കാരണമെന്ന് പറയുന്നത്, നമ്മൾ ഈ തീവ്ര മതചിന്ത അത് നമ്മുടെ മനസ്സിൽ വന്നുകൂടിയിരിക്കുകയാണ് ഇപ്പോഴും. അത്തരത്തിലുള്ള പ്രാകൃതമായ തീവ്ര മതചിന്തയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ മതത്തെ കൂടുതലായി അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ കൂടുതലായി ഉയർത്തണം, പബ്ലിക്കലി അതിനെ വെളിപ്പെടുത്തണം, അതെല്ലാവരും സ്വീകരിക്കണം, അതെല്ലാവരും അംഗീകരിച്ചേ മതിയാവൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമ്മളിൽ വന്നുകൂടിയിരിക്കുന്നതിൻ്റെ കാരണം ഈ ബൈബിൾ വാക്യങ്ങളെ പോലും അത്തരത്തിലുള്ള ഒരു കാര്യമായാണ് എല്ലാവരും കാണുന്നത്. ഇതെല്ലാവർക്കും വേണ്ടി ഉള്ളതാണ്, എല്ലാവരും ഇത് അംഗീകരിച്ചേ മതിയാവൂ, ഇതാണ് സത്യം. അത് സത്യമല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. ഞാനും അതിൽ ബൈബിളിൽ വിശ്വസിക്കുകയും അതിൽ പറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ പലതും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴും പല കാര്യങ്ങളും ബൈബിൾ പറയുന്ന സത്യമായ യേശുക്രിസ്തുവിനെ തന്നെ പിൻപറ്റുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാനും. എങ്കിലും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കാണുമ്പോൾ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റുന്നതല്ല. ഈ അവിടെ മതിലിൽ എഴുതി വെച്ചിരുന്ന വാക്യം കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയൊരു വാക്യമാണ്. കൊരിന്ത്യർക്ക് പൗലോസ് ശ്ലീഹ എഴുതി നൽകിയ കത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ കൊരിന്ത്യ ലേഖനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വായിക്കുന്നത്. അവർക്ക് എഴുതി കൊടുത്തതാണ്. ഇവ ഒരിക്കലും പബ്ലിക്കലി വായിക്കുവാനോ അല്ലെങ്കിൽ പബ്ലിക്കലി എഴുതി വയ്ക്കുവാനോ പൊതുവായി എല്ലാ ജനതയ്ക്കുമൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടോ എഴുതിയ ഒരു വാചകങ്ങളൊന്നും അല്ല ഈ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ എഴുതി കൊടുത്തത്. അത് ആ ഒരു അന്നത്തെ സഭയിലെ ജനസമൂഹത്തിന്, അന്നത്തെ വിശ്വാസികൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി, അവരെ ഉദ്ബോധനം നടത്തുവാൻ വേണ്ടി എഴുതി കൊടുത്തതാണ് ഇവ കാര്യങ്ങൾ. അല്ലെങ്കിൽ പൗലോസ് ശ്ലീഹ അതിനകത്ത് എഴുതിയാൽ ഇതെല്ലാ ജനതകൾക്കും വേണ്ടി ഞാൻ എഴുതി തരുന്നതാണ്, ഇത് നിങ്ങൾ പൊതുവായി ഒക്കെ വായിക്കണം, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ മതിലിലൊക്കെ എഴുതി വെക്കണം, നിങ്ങളുടെ വീടിൻ്റെ ജോലിയിൽ എഴുതി വെക്കണം, ഇത് നോട്ടീസായിട്ട് അടിച്ച് വിതരണം ചെയ്യണം. അന്ന് നോട്ടീസൊന്നും ഇല്ലല്ലോ. അപ്പം നിങ്ങളിത് പബ്ലിക്കായിട്ട് നിന്ന് ഇത് വായിച്ചെല്ലാവരെയും കേൾപ്പിക്കണം എന്നൊന്നും പൗലോസ് ശ്ലീഹ പറഞ്ഞില്ല. ഇത് സഭകൾക്ക് എഴുതിയതാ, ഈ സഭകൾക്കും ഇത് വായിച്ച ശേഷം മറ്റു സഭകൾക്ക് കൊടുക്കാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൂട്ടത്തിന്, ആ ക്രിസ്ത്യാനികൾ ഉൾപ്പെടുന്ന സമൂഹത്തിന് വേണ്ടി എഴുതി കൊടുത്ത ലേഖനങ്ങളാണ് ഇവയൊക്കെ. ഇതൊന്നും മറ്റുള്ളവർ, മറ്റു മതസ്ഥർ കാണുക എഴുതി വെക്കേണ്ടതോ അല്ലെങ്കിൽ അവർക്ക് ബാധകമായ കാര്യങ്ങളൊന്നുമല്ല. ഈ വിഗ്രഹാരാധികൾ എന്നൊക്കെ പറഞ്ഞത്, വിഗ്രഹാരാധന വിട്ട് ഈ വിശ്വാസത്തിലേക്ക് വന്നവരായ വിശ്വാസികൾ അവർ വീണ്ടും അത്തരം കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന അർത്ഥത്തിൽ ആ ഒരു കൂട്ടത്തിനകത്ത് വായിക്കുവാനും അവർക്ക് വേണ്ടി മനസ്സിലാക്കുവാൻ വേണ്ടി എഴുതി കൊടുത്തതാണ് ഈ ലേഖനങ്ങളും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ പബ്ലിക്കലി മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്ന, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങൾക്ക് കാണുക എഴുതി വയ്ക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് എഴുതി വെച്ചവർക്ക് മാത്രമേ അറിയാവൂ. എനിക്കെന്നല്ല, ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് അറിയാവുന്ന ഒരു മനുഷ്യർക്കും അതിനെക്കുറിച്ച് അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് യാതൊരു വ്യക്തതയുമില്ല. അതുപോലെ പല കാര്യങ്ങളും ബൈബിളിലെ പല വാക്യങ്ങളും അതൊന്നും ഈ സിറ്റുവേഷന് മനസ്സിലാക്കാതെ അതിൻ്റെ ഓഡിയൻസ് റിലവൻസോ അല്ലെങ്കിൽ അതിൻ്റെ കോണ്ടസ്റ്റോ പ്രീ ടെസ്റ്റോ ഒന്നും മനസ്സിലാക്കാതെ പൊതുവായി എടുത്ത് പ്രയോഗിക്കുക, മറ്റുള്ളവർക്ക് മുമ്പിലേക്ക് തള്ളിക്കൊടുക്കുക എന്നൊക്കെ ഉള്ളത്
വളരെ അത് പരിഹാസ്യകരമാണ്. അത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എന്ന് ഇപ്പോഴെങ്കിലും അവർക്ക് മനസ്സിലായി കാണും. ഇനി ഇതൊന്നും ആവർത്തിക്കത്തില്ല എന്ന് ഞാൻ കരുതുന്നു. അപ്പം ഇതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതൊന്നും എല്ലാവർക്കും വേണ്ടി ബൈബിളിലെ വാക്യങ്ങളോ വചനങ്ങളോ ഒന്നും എല്ലാവർക്കും വേണ്ടിയൊന്നും എഴുതിയതൊന്നുമല്ല. ഇത് ക്രിസ്തുവിശ്വാസികളായിരിക്കുന്നതായ ക്രിസ്തുവിശ്വാസം സ്വീകരിച്ച് സഭയ്ക്കകത്ത് വന്നിരിക്കുന്നവർക്ക് വേണ്ടി എഴുതിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പുതിയ നിയമത്തിലെ എല്ലാ ലേഖനങ്ങളിലും ഉള്ളൂ. അല്ലാതെ മറ്റാരെയും ബന്ധപ്പെടുത്തി അവരെ നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളും ലേഖനങ്ങളിലൊന്നുമില്ല. സാധാരണയായി നമ്മുടെ പരസ്യയോഗങ്ങൾ നടത്തുന്ന സഹോദരങ്ങളൊക്കെയും പൊതുവിൽ നിന്ന് വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മറ്റൊരുവനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ യേശുവല്ലാതെ വേറെ നാമമൊന്നുമില്ല. ഇതൊന്നും പൗലോസ് പബ്ലിക്കായി പറഞ്ഞ കാര്യങ്ങളല്ല, പബ്ലിക്കായി പറയാനും ഏൽപ്പിച്ചു കൊടുത്ത കാര്യങ്ങളല്ല. രക്ഷിക്കപ്പെട്ടു വന്നിരിക്കുന്ന സഭയിലായിരിക്കുന്ന ജനതയ്ക്ക് അവരെ ഉദ്ബോധിപ്പിക്കുവാൻ വേണ്ടി, അവരുടെ രക്ഷയെ ഉറപ്പിക്കുവാൻ വേണ്ടി അവരുടെ ആ കൂട്ടത്തിനുള്ളിലേക്ക് എഴുതി കൊടുത്തതായ വാക്യങ്ങളാണ് ഇവയൊക്കെയും. ഇതൊക്കെ പബ്ലിക്കിൽ നിന്ന് മറ്റ് മതസ്ഥർക്ക് നിന്ന് വിളിച്ചു പറയുമ്പോൾ അവരെന്ത് രീതിയിലാണ് അതിനെ മനസ്സിലാക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകത്തില്ല. അത് എന്തോ അവർ ഉദ്ദേശിക്കുന്നത് പലർക്കും മനസ്സിലാകുന്നില്ല. നിങ്ങളിതെന്തോ നേർച്ച പോലെ എന്തോ ഇത് പറയണം, പറഞ്ഞില്ലെങ്കിൽ ദൈവം കോപിക്കുമെന്നൊക്കെയുള്ള ചിന്തയോടുകൂടി അതിൻ്റെ വാക്യങ്ങളുടെ അർത്ഥമോ അതിൻ്റെ ഉദ്ദേശമോ ഒന്നും മനസ്സിലാകാതെ വെറുതെ ഒരു നേർച്ച പോലെ വിളിച്ചു പറയുകയാണ്. ഒരു നാമം ഉരുവിടുന്നത് പോലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രാർത്ഥന പോലെയൊക്കെ ഉരുവിടുന്ന ഒരു കാര്യമാണ്. സത്യത്തിൽ ഇത് മറ്റുള്ളവരെ ബാധിക്കുന്ന വിഷയമല്ല. നാം രക്ഷിക്കപ്പെടുവാനെന്ന് പൗലോസ് പറയുമ്പോൾ പൗലോസ് ഉദ്ദേശിച്ച ആ ഒരു സമൂഹം, പൗലോസ് ഉൾപ്പെടുന്ന ആ വിശ്വാസ സമൂഹത്തെ മൊത്തം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി മാത്രമായിട്ട് എഴുതി കൊടുത്തൊരു കാര്യമാണ്. അല്ലാതെ എല്ലാവരും രക്ഷിക്കപ്പെടുവാനെന്നോ എന്നുള്ള രീതിയിലൊന്നും അല്ല പൗലോസ് അത് എഴുതി കൊടുത്തത്. അപ്പം ആ ഒരു സമൂഹത്തിൽ ഉൾപ്പെടുന്ന അവർക്ക് മാത്രം ബാധകമായ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതുപോലെ ഒരുപാട് വാക്യങ്ങൾ പലതും നമ്മൾ പൊതുവിലെടുത്ത് ഉപയോഗിക്കുന്നതായ പല ബൈബിൾ വാക്യങ്ങളും ഇതൊന്നും എല്ലാവർക്കും ആവശ്യമുള്ളതല്ല, ലോകത്തിന് മൊത്തമേ ആവശ്യമുള്ളതല്ല. ആരെങ്കിലും ക്രിസ്തുവിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്തായിരിക്കുന്നവർക്ക് വേണ്ടി എഴുതപ്പെട്ട സഭയ്ക്കുള്ളിൽ വായിക്കുവാനും സഭയ്ക്ക് തിരുത്തുവാനും സഭയുടെ ഉദ്ബോധനത്തിനും വേണ്ടി മാത്രമായിട്ട് എഴുതി കൊടുത്തിട്ടുള്ളതല്ലാതെ യാതൊരു കാര്യങ്ങളും ബൈബിളിലെ ഒരു തിരുവെഴുത്തുകളിലും ഇല്ല എന്നുള്ളതാണ്. മറ്റൊന്നാണ്, ഈ എഴുതി കൊടുത്ത കാര്യങ്ങൾ തന്നെയും ആ കാലഘട്ടത്തിനപ്പുറമായിട്ടൊരു പ്രാധാന്യം അതിനില്ല. കാരണം ഇന്നത്തെ കാലത്ത് പലതും എല്ലാം ഒന്നുമില്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ നമുക്ക് വായിക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കുവാനും പറ്റുമെങ്കിലും ഏതാണ്ട് 70% പുറത്തുള്ളതായ ബൈബിൾ വാക്യങ്ങളും അവയുടെ അർത്ഥങ്ങളും അതിൻ്റെ സാഹചര്യങ്ങളൊന്നും ഇന്ന് നിലവിലില്ല. അത് എഴുതി കൊടുത്ത കാലത്തിനപ്പുറമായിട്ട് അതിനൊരു പ്രാധാന്യവുമില്ല. കാരണം അന്നത്തെ സാഹചര്യങ്ങളല്ല ഇന്നുള്ളത്. 2000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന യഹൂദ മതത്തിന് അടിമപ്പെട്ടിരുന്ന അതിൻ്റെ കീഴിലായിരുന്ന സ്വാതന്ത്ര്യമില്ലാതിരുന്നതായ ആ വിശ്വാസികൾക്ക് അവർ ക്രിസ്തുവിൽ വിശ്വസിച്ച് സ്വതന്ത്രരാകുകയും കർത്താവിൻ്റെ വരവ് വരെ അവർ കാത്തിരിക്കുകയും ചെയ്തിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ അവർക്ക് വേണ്ടി എഴുതി ഏൽപ്പിച്ചു കൊടുത്തതായ കാര്യങ്ങളാണ് ഇവയൊക്കെ. ഈ 2000 വർഷത്തിന് ശേഷം മറ്റൊരു രാജ്യത്ത് മറ്റൊരു ഭരണഘടനയിൽ ജീവിക്കുന്ന, പ്രത്യേകിച്ച് ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്നവരായ, സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരായ ഈ ജനതകൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ നമ്മൾ സഭയായി കൂടി വരുമ്പോൾ, പള്ളി വിശ്വാസപരമായി നിൽക്കുമ്പോൾ ഈ വക കാര്യങ്ങളൊക്കെയും വായിക്കുവാനും തമ്മിൽ പ്രബോധിപ്പിക്കാനും ഒക്കെ ഉപയോഗിക്കാം. എങ്കിലും അവയിൽ പലതും ആവശ്യമില്ലാത്തതാണ്. കാരണം ആ സാഹചര്യങ്ങളല്ല ഇന്നുള്ളത്. കാരണം നമ്മളാരും ഡയറക്റ്റ് യഹൂദ മതത്തിൻ്റെ ഭാഗമായിരുന്നവരല്ല. ഇന്നും അങ്ങനെ പറയുമ്പോഴും അതിന് എനിക്കൊരു കാര്യം പറയാനുള്ളത്, പലരും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജൂതമതത്തിൻ്റെ സിസ്റ്റത്തിൽ തന്നെ നിലനിൽക്കുന്നവരാണ്. അവർക്കിത് വായിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അവരെ സംബന്ധിച്ച് അവർ ക്രൈസ്തവരുമല്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ അവർ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഭാഗമല്ല. ക്രിസ്തു എന്ന് പറഞ്ഞാൽ അവർ മോശയിൽ വിശ്വസിക്കുന്നവരാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് എന്താണ് ഇതിൻ്റെ വാലും തുമ്പും അറിയാതെ വെറുതെ ബൈബിൾ വാക്യങ്ങളൊക്കെ എടുത്ത് ഒരു സിസ്റ്റമായി നിലനിന്ന് പോവുകയാണ്. അതിൽ കുഴപ്പമൊന്നുമില്ല. ഒരു സിസ്റ്റമായിട്ട് നിലനിൽക്കട്ടെ. പല സിസ്റ്റങ്ങൾ നിലനിൽക്കുന്നതാണ് ഈ ലോകം. പല മതവിശ്വാസങ്ങൾ നിലനിൽക്കുന്നവരാണ് ഈ ലോകത്തുള്ളവരെല്ലാം. അതിനൊന്നും യാതൊരു പ്രശ്നമില്ല, അവരവരുടെ വിശ്വാസം രീതി. പക്ഷേ ഇതിനെ തെറ്റിദ്ധരിക്കുന്ന രീതിയിലേക്ക് പുറമോട്ട് എഴുതി വയ്ക്കുക എന്നൊക്കെയുള്ളത് വളരെ പരിതാപകരമായ അവസ്ഥയും ഇതുപോലുള്ള പ്രശ്നങ്ങൾക്കും വിമർശനങ്ങൾക്കും കാരണമായി മാറും. അതിന് കീഴിൽ വന്ന ഒരുപാട് പ്രതികരണങ്ങൾ ഞാൻ കണ്ടു. കാരണം എന്ന് പറഞ്ഞാൽ വളരെ തീവ്രമായ രീതിയിൽ ഈ പെന്തക്കോസ്ത് വിഭാഗങ്ങൾ പ്രതികരിക്കുകയാണ്. ഞാനത് മനസ്സിലാക്കുന്നത് എത്ര അപകടകരമായൊരു രീതിയാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അതായത് പഴയ നിയമകാലത്തെ തീവ്ര ജൂതന്മാരെക്കാളും അപകടകരമായ രീതിയിലേക്ക് അവരെ മൈൻഡ് മാറിക്കഴിഞ്ഞു. വളരെ ശാപവാക്കുകളും
ഒരു വിധത്തിൽ എന്നാൽ ദൈവത്തെ പോലും ഒരു കലാപം ചെയ്യുന്ന നേതാവായൊക്കെയാണ് യേശുക്രിസ്തുവിനെ പോലും ഒരു എന്താണ് ഇതിനെതിരെ പ്രതികരിക്കുന്ന, അല്ലെങ്കിൽ ഇതിനെതിരെ കലാപമുണ്ടാക്കുന്നൊരു നേതാവൊക്കെ ആയിട്ട് പലരും ആ രീതിയിലൊക്കെയാണ് ഇവരുടെ ആശയങ്ങൾ പോകുന്നത്. എന്ത് കഷ്ടമാണെന്ന് വിചാരിക്കണം. ക്രിസ്തു ആരാണ്? ക്രിസ്തുവിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? യേശുക്രിസ്തുവിൻ്റെ മൈൻഡ് എന്തായിരുന്നു? ഇതുപോലും അറിഞ്ഞുകൂടാത്തതായ വിശ്വാസികൾ അവർ ഈ വാക്യങ്ങൾക്കെതിരെ പ്രതികരിച്ചതിൻ്റെ ഫലമായിട്ട് മറ്റുള്ളവരെ ശപിക്കുന്നു, അവരെ ഇവരുടെ ദൈവം ഒന്ന് ശിക്ഷിക്കുമെന്നും. അവിടെ അതിനുശേഷം ഒരു ആക്സിഡൻ്റ് ഒക്കെ ഇടയ്ക്കുണ്ടായി ആ മതിലിൻ്റെ ഫ്രണ്ടിലായിട്ട്. അതൊക്കെയും അവരുടെ ദൈവത്തിൻ്റെ ശിക്ഷയായിട്ടൊക്കെ വ്യാഖ്യാനിച്ച് വിടുകയാണ്. എന്തൊരു പരിഹാസികരമായ കാര്യം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതായത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ആ പ്രാകൃത കാലത്ത് നിന്നും ഇവരൊരിക്കലും ആധുനിക ലോകത്തിലേക്ക് വന്നിട്ടില്ല. യേശുക്രിസ്തുവിനിലേക്ക് പോലും എത്തിയിട്ടില്ല. ആദിമ സഭയുടെ ക്രൈസ്തവ വിശ്വാസം ഇതൊക്കെ വായിക്കുന്നെങ്കിൽ അതിലേക്ക് പോലും എത്തിയിട്ടില്ല. വളരെ പരിതാപകരമായൊരവസ്ഥ അവരുടെ വിശ്വാസം എന്ന് പറയുന്നത്. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെയും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പകാലം മുതൽ, സൺഡേ സ്കൂൾ പഠനകാലം മുതൽ, അല്ലെങ്കിൽ എന്ന് പെന്തക്കോസ്ത് വിശ്വാസം സ്വീകരിച്ചു ആ കാലം മുതൽ ഇവരുടെ ഉള്ളിൽ കടന്നു കൂടിയിരിക്കുന്നതായ തീവ്ര ചിന്താഗതി, ഇവരിൽ കൊടുത്തുവിട്ട കൊച്ചു കുട്ടികളുടെ മനസ്സിൽ വരെ കൊടുത്ത് വളർത്തിക്കൊണ്ട് വന്നതായ തീവ്ര ചിന്താഗതിയുടെ ഫലങ്ങളാണ് ഇതൊക്കെ. അതിരുന്നിരുന്ന് വളർന്ന് വലിയൊരു ദുഷ്ടതയായി ഇവരുടെ മനസ്സിൽ കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനിയും നിങ്ങളിത് ഞാൻ കുറ്റം പറയുകയല്ല, ഇത് കൂടുതൽ പഠിക്കുക. എന്താണ് ബൈബിളിലെ വാക്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയുള്ളതാണ്, ആർക്ക് വേണ്ടി എഴുതിയതാണ്, എന്തായിരുന്നു അവയുടെ ഉപദേശം, അവയുടെ ആത്മീയ അർത്ഥങ്ങളുണ്ട്, അവയുടെ കോണ്ടസ്റ്റും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി നല്ലൊരു പഠിതാവായി മാറുക. നമ്മളൊക്കെ ഇത് പറയുമ്പോൾ പറയുന്നവരെ ചീത്ത വിളിക്കുവാനും അവനെ നരകത്തിൽ തള്ളുവാനും ഒക്കെയുള്ള ചിന്തകളും ശാപവാക്കുകളും ഒക്കെ ആയിട്ടാണ് പലരും വരുന്നത്. പക്ഷേ ഈ സമൂഹം നന്നാകുവാനും നിങ്ങൾ മറ്റു മനുഷ്യർക്ക് മുമ്പിൽ മാനക്കേടിന് കാരണമായി തീരാതെയും ഒക്കെ നിലനിന്ന് പോകാൻ വേണ്ടി, രാജ്യത്തിന് നിയമത്തിന് യോജിച്ച് പോകുവാൻ വേണ്ടിയൊക്കെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനെയൊക്കെ വിരുദ്ധമായ ചിന്താഗതിയിൽ എടുക്കുക എന്ന് പറയുന്നത് തീവ്രവാദം മാത്രമാണ്. ഈ പലരും പെന്തക്കോസ്തുകാരൊക്കെ പറയുന്ന ഇസ്ലാമിക മതത്തിൽ തീവ്രവാദമുണ്ട്, അവരെ വചനങ്ങൾ തീവ്രവാദമാണ്, അത് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ വേറൊരു മൈന്യൂട്ട് വേർഷൻ തന്നെയാണ് നിങ്ങളുടെ മൈൻഡും എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങളിലും ആ തീവ്ര സ്വഭാവം ഇപ്പോഴും കുടികൊള്ളുന്നു, മറ്റുള്ള മനുഷ്യരോടുള്ള ഇടപെടലുകളിൽ നിങ്ങളുടെ വിശ്വാസങ്ങളെല്ലാം. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും സോഴ്സ് ഒന്നാണ്. പഴയ നിയമ ന്യായപ്രമാണ കാലത്തെ യഹൂദ മത സിസ്റ്റമാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും, പെന്തക്കോസ്തിസത്തിൻ്റെയും ഇസ്ലാമിസത്തിൻ്റെയും സോഴ്സ് എന്ന് പറയുന്നത്. ഇതിനെ രണ്ടിനെ അവർ കളയുന്നില്ല. ക്രിസ്ത്യാനികൾ യേശുക്രിസ്തുവിനെ എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നത് മാത്രമല്ല, യേശുക്രിസ്തുവിനെ പോലും മോശയുടെ സ്വഭാവവുമായാണ് ഇവർ പ്രസൻറ്റ് ചെയ്യുന്നത്. അങ്ങനെയൊന്നുമല്ല. ഇതൊക്കെ പഠനവൈകല്യം കാണാൻ കൂടുതൽ പഠിക്കാൻ അനുവദിക്കാത്തതിൻ്റെയും ചിന്തിക്കാൻ ശേഷിയില്ലാത്തതിൻ്റെയും കുഴപ്പങ്ങളാണിത്. അപ്പോൾ ഇതിനെ മനസ്സിലാക്കുക, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ഇനിയെങ്കിലും പെന്തക്കോസ്തർ അവരുടെ അന്ധത മാറി ഇത്തരം തീവ്ര ചിന്താഗതികൾ വിട്ട്, ഇന്നത്തെ നമുക്ക് ആധുനിക ഈ ലോകത്ത് ഒരുപാട് പഠിക്കുവാനുള്ളതായ സോഴ്സുകളുണ്ട്, ഇൻ്റർനെറ്റ് വ്യാപകമായിട്ടുണ്ട്, അനേകം പുസ്തകങ്ങൾ നമുക്ക് കിട്ടും, പലതിൻ്റെയും വ്യാഖ്യാനങ്ങൾ കിട്ടും, ബൈബിളിൻ്റെ തന്നെ വിവിധ വേർഷനുകൾ കിട്ടും, എല്ലാം ഉണ്ട്. ഇതിലെല്ലാം പഠിക്കാൻ സാധിക്കും. പക്ഷേ അതിന് മടിയാണ്, അതിന് തയ്യാറല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രാകൃത മൈൻഡ് സെറ്റ് തിരുത്താൻ, മാനസാന്തരത്തിന് ഇട നൽകുവാൻ ഇവർക്ക് മനസ്സില്ല. ഇങ്ങനെ ഇതിലെന്തോ ഒരു പ്രത്യേക ആനന്ദത്തിൽ, ഒരു സന്തോഷത്തിൽ ഇവർ കടന്നു പോവുകയാണ്. അതാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇനിയെങ്കിലും തിരിച്ചറിയുക, നിങ്ങളുടെ ചിന്താഗതികളും വീക്ഷണങ്ങളും മാറട്ടെ. ഈ ബൈബിൾ വാക്യങ്ങളൊക്കെ ആവശ്യമില്ലാത്തിടത്തെല്ലാം കൊണ്ട് പ്രദർശിപ്പിക്കാനും പ്ലാക്കാർഡിൽ അടിക്കാനും വണ്ടിയിൽ എഴുതി വയ്ക്കാനും ഒന്നും ഉള്ളതല്ല. അതൊന്നും ഒരു കാര്യവും ഇല്ലാത്ത, ഒരു ആവശ്യമില്ലാത്തതായ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ, പകാളിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കട്ടെ, പള്ളികളിൽ ഒതുങ്ങി നിൽക്കട്ടെ, അത് മാത്രമേ ഉള്ളൂ. ഇത് മറ്റുള്ളവനിലേക്ക് നിർബന്ധപൂർവ്വം മറ്റുള്ളവനെ പരിഹസിക്കുവാനും അവരെ ഭീഷണിപ്പെടുത്തുവാനും അവനെ നിന്ദിക്കുവാനും വേണ്ടിയുള്ളതല്ല ഒരു ബൈബിൾ വാക്യങ്ങളും. അതൊക്കെ നമുക്ക് ഗുണകരമാണെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് ഉപയോഗിക്കുക, നമ്മുടെ ജീവിതം സന്തോഷപരിപൂർണമായി മാറട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവയൊന്നും പബ്ലിക്കിൽ കൊണ്ടുപോയി തള്ളേണ്ടതായ യാതൊരുവിധ കാര്യങ്ങളും ഇല്ല.